ഇങ്ങനെയൊരു സംസാരത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സകല ക്ലാസ്സുകളും എന്ന് പറയുമ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ക്ലാസ് എടുത്തതൊക്കെ വേസ്റ്റ് ആയി പോകും. കാര്യം ആ ക്ലാസ് കണ്ട് ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ നല്ല മാർക്ക് കിട്ടി, അവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ വിളിച്ച് കരയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, പലരും നല്ല നല്ല പ്രൈവറ്റ് ജോലികളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി, പലരും റാങ്ക് ലിസ്റ്റിലുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ കല്യാണം വരെ ഉറപ്പിച്ചിട്ട് അവസാനം ഇപ്പോൾ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ ഉറപ്പിച്ച കല്യാണം മുടങ്ങിപ്പോയി ഒരുപാട് പേര് എന്നെ വിളിച്ച് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ചാനലും തുറന്ന് വെച്ചിട്ട് ഇതിനകത്ത് ക്ലാസ് ഇടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാതെ പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്കും അതിനടുത്തൊക്കെ കുറച്ച് എത്തിക്സ് അല്ലെങ്കിൽ കുറച്ച് എത്തിക്സ് വേണം, അല്ലെങ്കിൽ മനുഷ്യനായാലും കുറച്ച് എത്തിക്സ് വേണം. അതിപ്പോൾ ഞാനായാലും അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രി ആയാലും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിയമസഭയിൽ കയറിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരെ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് മുന്നേ നിലവിലെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള നിയമന അവസ്ഥ എന്താണെന്നുള്ള കാര്യം വ്യക്തമായ ബോധ്യമുണ്ടായതിനു ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ പറയാവൂ. കാര്യം ഇത് കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്നവർ മണ്ടന്മാരല്ല. ഒരു വെള്ളക്കടലാസും ഒരു പേനയും 10 രൂപയും ഉണ്ടെങ്കിൽ എത്രത്തോളം എന്തൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവിടെ അതിനുള്ള അവസ്ഥകൾ, ഇവിടെ അതിനുള്ള വ്യവസ്ഥകളും അതുപോലുള്ള സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ള ബോധം ആദ്യം വേണം. ഇതൊന്നും പറയാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തതാണ്. കാര്യം ഇതൊന്നും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് കൈനീട്ടി ഇരക്കേണ്ട കാര്യമല്ല. നമ്മൾ ആരും നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഡോറിൽ മുട്ടിയിട്ട് എനിക്കൊരു ജോലി തരണമെന്ന് പറഞ്ഞ് തെണ്ടയല്ല ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം വ്യക്തമായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ വന്ന ശേഷം നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്ന ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെയും ഒരു ആവശ്യമാണ്. കാര്യം എനിക്ക് ഓഫ്ലൈൻ സ്ഥാപനങ്ങളൊന്നും എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലാതെ വിളിക്കുന്നുണ്ട്. അതിലോട്ടൊന്നും ചെന്ന് തലവയ്ക്കാതെ ഈ ഒരു ചാനൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സകല ക്ലാസ്സുകളും ഇതുവരെ ഫ്രീ ആയിട്ടാണ് ഞാൻ ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പല സ്ഥാപനങ്ങളും വലിയ വലിയ ഫീസ് വാങ്ങിയിട്ട് ചെയ്തു തരുന്ന പല ക്ലാസ്സുകളും അതിൻ്റെ ക്വാളിറ്റിയിലോ അതിനപ്പുറത്തുള്ള ക്വാളിറ്റിയിലോ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്നതും ക്ലാസ് എടുക്കുന്നതൊക്കെ വെറും സീറോ ആയിപ്പോവും. ആ ഒരു ഉള്ളിൽ ആ ഒരു തട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വാർത്ത നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. CPO ലിസ്റ്റ് മാത്രം പോരാ, ഒഴിവും പുറത്തു വരട്ടെ. അത് ആണല്ലോ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ CPOയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1500 പേരെ എടുത്തിട്ടുണ്ടായിരുന്ന SAPക്കകത്തൊക്കെ ഇപ്പം നിലവിൽ വിളിച്ചിട്ടുള്ള 200-300 പേരെയാണ്. പകുതി പോലും വന്നിട്ടില്ല. എന്താണ് നിങ്ങളിവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ പുതിയ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മെയിൻസ് പരീക്ഷയും കഴിഞ്ഞിട്ട് അടുത്ത ഫിസിക്കലിന് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റിംഗ് ആണ്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ഫിസിക്കൽ ചെയ്ത് തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, വന്ന് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫിസിക്കലും ആവും. 2 ആഴ്ച കൊണ്ടൊന്നും ഇവിടെ ആരും ഉസൈൻ ബോൾട്ടൊന്നും അല്ല ഇത്ര പെട്ടെന്നെല്ലാം ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് സമയം വേണം, ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ. അതുകൊണ്ട് ഫിസിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് പറയേണ്ടത് നമ്മുടെ കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാർത്ത ഒന്ന് വായിച്ചു നോക്കുക. സിവിൽ പോലീസ് ഓഫീസർ നമ്മുടെ റിപ്പോർട്ടുകൾ, ഒഴിവുകൾ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സർക്കാരും ആഭ്യന്തര വകുപ്പും തയ്യാറാകണം. ഈ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റുകൾ റദ്ദായിട്ട് 3 വർഷമായിട്ടും 7 ബറ്റാലിയനുകളിലേക്കായിട്ട് 1500-നടുത്ത് ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1 വർഷത്തെ കാലാവധി മുൻ റാങ്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ 1 വർഷത്തെ കാലാവധിയാണ് ഓരോ ലിസ്റ്റിനും ഉള്ളത്. മുൻ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് 5610 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. എന്നാൽ ഇത്തവണ അതിൻ്റെ പകുതി പേർക്ക് പോലും നിയമന ശുപാർശ അല്ലെങ്കിൽ നിയമന സാധ്യത കാണുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവരുടെ എണ്ണം മുൻ റാങ്ക് ലിസ്റ്റിനേക്കാൾ കൂടുതലുമാണ്. ഒഴിവുകൾക്ക് അനുപാതികമായി മാത്രമേ റാങ്ക് ലിസ്റ്റുകളിൽ ആൾക്കാരെ ഉൾപ്പെടുത്തൂ എന്ന് PSC വ്യക്തമാക്കിയിരുന്നുവെങ്കിലും പോലീസ് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13,975 പേരാണ് ലിസ്റ്റിൽ വന്നത്. ഇതിൽ ഭൂരിഭാഗം പേർക്ക് നിയമനം ലഭിക്കാത്ത വിധം ആണ് നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പോലീസ് സേനയിൽ ഒഴിവുകളും നിലവിലുണ്ട്. എന്നാൽ ഇവയൊന്നും PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ നിയമനം വൈകുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി പ്രിലിമിനറി മെയിൻസ് പരീക്ഷ നടത്തിയ ശേഷം തയ്യാറാക്കിയ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഈ ഒരു പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നിലവിലെ ഈ ഒരു പ്രശ്നം നിലവിലുള്ളത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഈ വലിയൊരു പ്രഹസനം നടത്തിയിട്ട്
CPO പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു ഉദ്യോഗാർത്ഥി ഒരു CPO പരീക്ഷയൊക്കെ എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ കടന്നു പോകേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം. പ്രിലിമിനറി പരീക്ഷ എഴുതണം, മെയിൻസ് പരീക്ഷ എഴുതണം. മെയിൻസ് പരീക്ഷ എഴുതിയതിന് ശേഷം ഈ രാവിലെ ഈ 8 മണിക്കും 10 മണിക്കൊന്നും ഉറക്കമൊഴിക്കുന്നവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. 4 മണിക്ക് എഴുതിച്ച് റോഡിൽ കൂടിയും ഗ്രൗണ്ടിൽ കൂടിയൊക്കെ കിലോമീറ്ററുകളോളം ഓടി അതിനുശേഷം ഗ്രൗണ്ടിൽ വന്ന് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ബാക്കി ഐറ്റംസ് പ്രിപ്പയർ ചെയ്തിട്ട് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, റോപ്പ് അത് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ കിടന്ന് ഉരുണ്ട് മണ്ണ് തിന്ന് അവസാനം അവൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ശേഷം പിന്നെ അവൻ്റെ കാലിന് വളവ്, കൈയിന് വളവ്, കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞ് അതിന് സർജറിയും ചെയ്ത് പിന്നെ മെഡിക്കൽ ടെസ്റ്റും പാസ്സായി അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരാൾ റാങ്ക് ലിസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും അവന് ജോലി കൊടുക്കുക. മുന്നോട്ടുള്ള റാങ്ക് ലിസ്റ്റിലോട്ടല്ലേ, ഏറ്റവും പുറകിൽ കിടക്കുന്ന ആളുടെ കാര്യമല്ല പറയുന്നത്. സാമാന്യം റാങ്ക് ഉള്ളവർക്കെങ്കിലും ജോലി കൊടുക്കണ്ടേ? നിങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ജോലി കൊടുക്കുമെന്ന്. എവിടെ കൊടുത്ത ജോലി? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ ആഴ്ചയിൽ 3-4 അഡ്വൈസുകൾ വെച്ച് അയക്കുന്നത്. എനിക്ക് പറയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ജോലി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദയവ് ചെയ്ത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ വെറും നോക്കുകുത്തികളാക്കി മാറ്റരുത്. അവസാനം മറ്റേ ഈ പത്രവാർത്തയിലും ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ വരുന്ന കാണാം, കേരളത്തിൽ ഉള്ളവരൊക്കെ കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യുന്നു. എങ്ങനെയാണ് ജോലി ചെയ്യാതിരിക്കുക? ഇതൊക്കെയല്ലേ ഇവിടുത്തെ അവസ്ഥ. ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ പഠിപ്പിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ലാതെ പോകും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംസാരം തന്നെ നടത്തിയത്. അപ്പോൾ നമ്മുടെ സലീം കുമാർ, നമുക്കറിയാം നമ്മുടെ സിനിമ നടൻ സലീം കുമാർ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കേട്ടോക്കി. ചെറിയൊരു ഉദാഹരണം, അധികം വലിച്ചിട്ട സമയമില്ല, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. എങ്കിലും ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനൊരു വിഷമം വരും. ഏകദേശം 10 ലക്ഷം പേരാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉള്ളത്. ഇതിൽ PSC വഴി കയറി എത്ര പേരുണ്ട്? ഏകദേശം 1,85,000 പേരുള്ളൂ PSC ടെസ്റ്റ് എഴുതി പാസ്സായവർ. ബാക്കി ഉള്ള ഏകദേശം 3 ലക്ഷം ആളുകൾ മാനേജ്മെന്റ് വഴി ഒക്കെ വന്ന ആളുകളാണ്. പൈസ കൊടുത്ത്, നമ്മുടെ മാനേജ്മെന്റിന് പൈസ കൊടുത്ത് വന്ന ആൾക്കാരാണ്. പിന്നെയുള്ള 5 ലക്ഷം പേര് പുറം വാതിൽ വന്ന് കയറിയ ആളുകളാണ്. അപ്പോൾ 10 ലക്ഷത്തിൽ 1 ലക്ഷം ആളുകൾ മാത്രമേ PSC വഴി ഇവിടെ ജോലിക്ക് കയറിയിട്ടുള്ളൂ. അപ്പൊ പഠിച്ചവന് ജോലിയില്ലെന്ന അവസ്ഥ. ഈ പാവങ്ങൾ പഠിക്കുന്നു. അപ്പൊ ഈ സ്വജനപക്ഷപാതവും സ്വന്തം ആളുകളെ കുത്തിത്തിരിക്കുന്നു. ഞാൻ ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും കണക്ക് തന്നെയാണ്. അല്ലാണ്ട് ഒരു പ്രത്യേക പാർട്ടി പ്രത്യേക സമയത്തൊന്നും ചെയ്യുന്നതല്ല. അവരവർക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെ, അല്ലാണ്ട് ഒരു പ്രത്യേക പാർട്ടിയെ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ എങ്ങനെ നിൽക്കും? അവർ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ കുറച്ച് തലമുറ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒരു എന്താ പറയുക, ഒഴിഞ്ഞ വീടുകളുടെ ഒരു ശവപ്പറമ്പായിരിക്കും. എന്ത് വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം പേരുടെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 5 ലക്ഷം പേര് പുറം വാതിൽ വഴി കയറുന്നുണ്ട്, 3 ലക്ഷം പേര് മാനേജ്മെന്റ് വഴി കയറുന്നുണ്ട്, ബാക്കിയുള്ളവരാണ് സർക്കാർ ജോലി എഴുതി കയറുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു വർഷം സർക്കാർ ജോലി കയറുന്നത് ഏകദേശം 30,000 പേരാണ്. 30,000 പേർക്ക് കയറാൻ കഴിയുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ദയവ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ കൊടുക്കാതെ ഒന്നിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് അതിനനുസരിച്ച് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം ദയവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക്, PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, അതിനകത്ത് നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനോട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നാളെ തൊട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നിരുന്നിട്ട് എനിക്ക് തന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ജോലിയോട് നമ്മളൊരു എത്തിക്സ് കാണിക്കണം. ആ ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു പാർട്ടിക്കും എതിരല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലത് എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മോശമാണെങ്കിൽ അത് മോശം എന്ന് തന്നെ ഇനി പറയുകയും ചെയ്യും.
അതിലൊന്നും ഞാൻ പാർട്ടിയും മുഖമൊന്നും നോക്കാറില്ല. അത് ഇന്നുവരെ നോക്കിയിട്ടില്ല, ഇനി തൊട്ട് നോക്കിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വിവരം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ മാത്രം തീരുമാനിച്ചാൽ ഇതൊന്നും നടക്കത്തൊന്നുമില്ല. പക്ഷേ എല്ലാവരിലേക്കും എന്തെങ്കിലുമൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അധ്യാപകരുണ്ട്. അപ്പോൾ അധ്യാപകരും കൂടിയൊക്കെ സംസാരിച്ചാലേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എത്തേണ്ടവരിലേക്കൊക്കെ എത്തത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ന്യൂസ് ചാനൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടിയൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഈ വിവരങ്ങളൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.